നടുറോഡിൽ യുവതിയെ അതിക്രമിച്ച കേസിൽ മുൻ സർക്കാർ അഭിഭാഷകന് 1 വർഷം തടവ്. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് അഡ്വക്കേറ്റ് ധനേഷ് മാത്യു മാഞ്ഞൂരാനെ ശിക്ഷിച്ചത്. 10,000 രൂപ പിഴയും അടയ്ക്കണം. 2016 ജൂലൈ 14 കൊച്ചി കോൺവെന്റ് റോഡിൽ വെച്ച് പ്രതി യുവതിയെ അതിക്രമിച്ചത്. മുസ്തഫ കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. മുസ്തഫ, എങ്ങനെയാണ് ശിക്ഷാവധി? ഒപ്പം തന്നെ ഈ കേസിനാസ്പദമായ സംഭവം കൂടി. അനിഷ, 2016 ജൂലൈ 14 വൈകിട്ടോടുകൂടിയാണ് എറണാകുളം കോൺവെന്റ് ജംഗ്ഷനിലെ ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി കഴിഞ്ഞ് മടങ്ങുന്ന യുവതിയെ നടു റോഡിൽ വെച്ച് അധിക്ഷേപിച്ചു, കടന്നു പിടിച്ചു എന്നതുൾപ്പെടെയുള്ളതായിരുന്നു കുറ്റം. ആ സംഭവത്തെ തുടർന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ചില വസ്തുതകളുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സ്ഥിതിയുണ്ടായിരുന്നു. കോടതി വളപ്പുകളിൽ മാധ്യമപ്രവർത്തകരെ തടയുകയും ആക്രമിക്കുകയും ചെയ്ത സംഭവങ്ങളുടെ ഒക്കെ തുടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് ആണ്. എന്തായാലും ഈ ധനേഷ് മാത്യു മാഞ്ഞൂരാൻ എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ സർക്കാരിന്റെ അഭിഭാഷകനായിരുന്നു. എന്തായാലും പോലീസ് നേരത്തെ തന്നെ 35ഓളം പേരുടെ സാക്ഷിമൊഴികൾ ഉൾപ്പെടെ രേഖപ്പെടുത്തി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ ഒരു വിധി വന്നിരിക്കുന്നത്. 1 വർഷം തടവ്, ഒപ്പം തന്നെ 10,000 രൂപ പിഴയും അടക്കണമെന്നാണ് എറണാകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ കുറെ അധികം സംഭവ വികാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയാണ്, കെട്ടിച്ചമച്ച കേസാണ്, താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഹൈക്കോടതിയെ സമീപിച്ച് ഈ കേസിൽ തന്നെ കുറ്റവിമുക്തനാക്കണമെന്നതുൾപ്പെടെയുള്ള ഹർജികൾ നൽകിയിരുന്നു. പക്ഷെ പിന്നീട് അപ്പോഴേക്കും പോലീസ് ഈ കേസിൽ ഈ വിചാരണ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കൊക്കെ പോയി. പക്ഷേ ആ സംഭവം നടന്നതോടുകൂടി പിന്നീട് ഹർജി ഹൈക്കോടതി തീർപ്പാക്കുകയും വിചാരണ നടപടികളുമായി മുന്നോട്ട് പോകാനും ഒക്കെ തീരുമാനിക്കുകയും ചെയ്തു. ആ കേസിലാണ് ഇപ്പോൾ 1 വർഷത്തിന് തടവിനും ഒപ്പം തന്നെ 10,000 രൂപ പിഴയെടുക്കാനും ജില്ലാ കോടതി ശിക്ഷിച്ചിരിക്കുന്നത്.